ചെറുപ്പത്തിൽ സ്കൂളിൽ ചേരാൻ ചെല്ലുമ്പോൾ തൊട്ട് നമ്മൾ കാണുന്ന ഒരു കോളമുണ്ട്. നീ ഹിന്ദു ആണോ, ക്രിസ്ത്യാനിയാണോ, അതേ മുസ്ലിം ആണോ? അന്നത് വലിയ കാര്യമായിട്ടെടുത്തില്ല. പക്ഷെ ആ ചോദ്യം നമ്മൾ പോലും അറിയാതെ നമ്മളൊരു മതിലിന് വേണ്ടി തുടങ്ങിയായിരുന്നു. ഞാൻ വളർന്നു, അതോടൊപ്പം മതിലും. അന്ന് ഞങ്ങളുടെ നാട്ടിലൊരു മഴ പെയ്തു. മഴയല്ലേ, എല്ലാവർക്കും ഇഷ്ടമല്ലേ? സന്തോഷത്തോടെ ഞാനോടി മുറ്റത്തേക്കറിയാം. എന്നാ മഴയുടെ മട്ടുമാറിയെന്ന് മനസ്സിലാക്കി ഞാൻ പേടിച്ചോടി വീട്ടിൽ കയറി. പക്ഷെ അവിടെയും സുരക്ഷിതമല്ല എന്ന് മനസ്സിലാക്കാൻ അധികം സമയം വേണ്ടി വന്നില്ല. മഴയുടെ ശക്തി കൂടി, വെള്ളം വീണ്ടും ഉയർന്നു. വയനാട് ചൂരൽമലയിലും ഉരുൾപൊട്ടൽ. जो सुबह लैंड नहीं कर पाए थे वो अब जो है इसी तरह से तमाम टीम्स जो एडिशनल रेस्क्यू टीम्स को बुलाया गया है. ഒരേ സ്വരം, ഒരേ മുഖം, ഒരേ മനസ്സുകൾ. കുട്ടിനെ ഒരു വലിയ തമ്മനെയും ഒക്കെ പിടിച്ച് കയറ്റി അതിന്റെ മേലേക്ക് പോയി പട്ടതും വലിയൊരു കൊമ്പന്റെ അടുത്താണ്. അതിനോട് പറഞ്ഞു, ഞങ്ങൾ വലിയ വിപുലത്തുന്ന വരുന്നേ, ഈ ഞങ്ങളെ ഒന്ന് കാണിക്കല്ലേ പറഞ്ഞു. ആന രണ്ട് കണ്ണ് വെള്ളം ഒഴുക. അതിന്റെ കാര്യങ്ങളോട്ട് നേരം വെളുക്കുന്നവരെ കിടക്കും. ഞങ്ങൾ വെളിയിൽ ചുരുക്കാൻ ആഗ്രഹമില്ല. നേരം വെളുക്കുന്നവരെ വെള്ളം. ഞങ്ങൾ ചുറ്റും നോക്കി, രക്ഷിക്കാൻ ആരെയും കണ്ടില്ല. പോകെ പോകെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. ഇനി ആരും വരില്ലെന്നുറപ്പിച്ച് സ്വയം തോൽവി സമ്മതിച്ച് കൈകൾ ചേർത്ത് പിടിച്ച് കണ്ണുകളിറക്കി ഞങ്ങൾ മരണത്തെ കാത്തുനിന്നു. പിന്നെ അവിടെ കേട്ട ആ ശബ്ദം ഞങ്ങളാരും ഒരിക്കലും മറക്കില്ല.
ക്രിസ്ത്യാനിയുടെയോ ഹിന്ദുവിന്റെയോ മുസൽമാന്റെയോ അല്ല, ഇടതിന്റെയോ വലതിന്റെയോ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടേതുമല്ല. മറിച്ച് മനുഷ്യന് നേരെ നീട്ടുന്ന കൈകളായിരുന്നു. നന്ദി പറയാൻ ഇനിയുണ്ട്. അതിർത്തികൾ കടന്നെത്തിയ സഹായങ്ങൾക്ക്, 5 സ്ക്രീനുകളെ കൺട്രോൾ റൂമുകളാക്കി പുതിയ തലമുറയ്ക്ക്, കുഞ്ഞു പുടുക്കൾ പോലും ഞങ്ങൾക്ക് വേണ്ടി പൊട്ടിച്ചു കൊല്ലുന്നവർക്ക്, കേരളത്തിന് സ്വന്തം നാവികസേനയെ മത്സ്യത്തൊഴിലാളികൾക്ക്, മുണ്ടു മടക്കി കുത്തിയ മണ്ണിലിറങ്ങി മാതൃകയായ ഞങ്ങളുടെ താരങ്ങൾക്ക്, ഒപ്പം നെഞ്ചു വരിച്ചിരുന്ന ജില്ലാ സംസ്ഥാന ഭരണാധികാരികൾക്ക്, പോലീസിന്, പട്ടാളത്തിന്, ഫയർഫോഴ്സിന്, KSB-ക്ക്, മീഡിയയ്ക്ക്, പിന്നെ ഒറ്റക്കെട്ടായി ദുരിതത്തെ നേരിട്ട കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് നന്ദിയുണ്ട്. സ്വന്തം കാര്യം മാത്രം നോക്കാതെ നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ഞങ്ങളെയും ചേർത്ത് വെച്ച് നമ്മൾ അതിജീവിക്കും, ഒറ്റക്കെട്ടായിട്ട്. കാരണം ഇത് കേരളമാണ്, ദൈവത്തിന്റെ സ്വന്തം നാടാണ്. തോൽക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല.